ഞാൻ ആർദ്ര ജോർജ്, മാള, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 9 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഫെബ്രുവരിയിൽ എൻ്റെ കമ്പനി എന്നെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ ഈ ബിസിനസ് യൂണിറ്റ് പൂട്ടുകയാണ്, ജോലി അവസാനിക്കുകയാണ്. അവർ തന്നെ വളരെ സങ്കടത്തോടു കൂടിയാണ് എന്നോടത് വന്ന് പറഞ്ഞത്. ഞാനും വളരെ തകർന്നു പോയി. കാരണം ഞങ്ങൾക്ക് 6 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടായിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് കുഞ്ഞിൻ്റെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് അദ്ദേഹത്തിന് ഫുൾ ടൈം ജോലിയിൽ നിന്ന് പാർട്ട് ടൈം ജോലിയിലേക്ക് മാറിയിരുന്നു. ഞാനായിരുന്നു പ്രൈമറി ബ്രെഡ് വിന്നർ. എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ സാമ്പത്തികമായും മാനസികമായും പകച്ചുപോയി. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഞങ്ങൾ വന്ന് ഫെബ്രുവരി 18-ാം തീയതി ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ കറക്റ്റ് ഡേറ്റോടുകൂടി അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, ഇന്നേക്ക് 1 മാസത്തിനുള്ളിൽ എനിക്ക് ഞാൻ ചെയ്ത ഡൊമൈനിൽ തന്നെ അതേ സാലറിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകാതെ, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകാതെ എനിക്കൊരു ജോലി വാങ്ങി തരണമേ. എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവേ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കണേ വരുന്നത്. അതേപോലെ ഞാനിവിടെ നിൽക്കുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ മൊബൈലിൽ നോക്കി. എനിക്ക് അപ്പോൾ തന്നെ കുറേ ഇൻ്റർവ്യൂ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ മുന്നിലും ഞാൻ ചെല്ലും. എനിക്കറിയാമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഉടമ്പടി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയല്ല. അത് വളരെ കൃത്യനിഷ്ഠമായിട്ട് കറക്റ്റ് സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട ഒന്നാണ്. അത് ഞാൻ അതേ വാക്കാൽ ഇവിടെ നിന്ന് പറഞ്ഞ് പഠിച്ച പോലെ, എല്ലാം അറിഞ്ഞ പോലെ അതേപോലെ ചെയ്തു. കറക്റ്റ് സമയത്ത് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും, ബൈബിൾ വായിക്കാനായിട്ട് അങ്ങനെ ഒരു താല്പര്യം കാണിക്കാത്ത വ്യക്തിയായിരുന്നു ഞാൻ. പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ ഇപ്പോൾ ബൈബിൾ വായന വളരെയധികം കൂടി. ഇത്രയധികം അർത്ഥങ്ങളുണ്ടോ, ഇത്രയും അനുഗ്രഹങ്ങളുണ്ടോ, കർത്താവ് ഇങ്ങനെയാണോ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ കർത്താവ് രക്ഷിക്കും എന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി. അതേപോലെ തന്നെ എനിക്ക് വളരെ നല്ലൊരു ജോലിയായിരുന്നു. ആ ജോലി പോകുന്ന ഒരിക്കലും എൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ നാട്ടുകാരോ ആരും വിചാരിച്ചില്ല, ഞാനും വിചാരിച്ചില്ല, എൻ്റെ ഓഫീസിലുള്ളവർ പോലും വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഒരു ആക്ഷനുണ്ട്, അതായത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. ഞാനിങ്ങനെ വിചിന്തനം ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരു കാരുണ്യ പ്രവൃത്തിയും ചെയ്തില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമെന്ന്, പക്ഷേ എനിക്കെന്തോ അതൊരു ആക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനു വേണ്ടി സമയം ചെലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നീ ചെയ്യേണ്ടതാണ്. കാരണം ദൈവം നിനക്ക് തന്ന അനുഗ്രഹം നീ എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ ഡയാലിസിസിന് പൈസ കൊടുക്കാനും, പള്ളിക്ക് പൈസ കൊടുക്കാനും, ഡ്രസ്സുകൾ വിതരണം ചെയ്യാനും, എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാനും, അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കമാണെങ്കിലും ആ ഒരു ഞെരുക്കം ഞാൻ ഒരിടത്തും കാണിച്ചില്ല. കൈയഴിച്ച് എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഉടമ്പടി കാശുരൂപം എൻ്റെ താലിയോടുകൂടെ ഞാൻ ചേർത്ത് വെച്ചു. എൻ്റെ താലിയുടെ അതേ വിശുദ്ധിയിൽ ഞാൻ ഉടമ്പടി കാശുരൂപം ചേർത്ത് വെച്ചു. എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ ചെല്ലുമായിരുന്നു. അങ്ങനെ 4 ഇൻ്റർവ്യൂ എനിക്ക് സെറ്റായി. പക്ഷേ എല്ലാ ജോലി സെറ്റായത് നോയിഡ, ഡൽഹി അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് അങ്ങോട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, മാതാവേ, എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങനെ ഏപ്രിൽ 7-ാം തീയതി എനിക്ക് നോയിഡയിൽ ഞാനൊരു ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ജോയിനിങ് ഡേറ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, PG ബുക്ക് ചെയ്തു. പക്ഷേ ഞാൻ ബാഗ് പാക്ക് ചെയ്തില്ല. എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എനിക്കൊരു അത്ഭുതം പ്രവർത്തിക്കുന്നു. എൻ്റെ കുടുംബം മൊത്തം എൻ്റെ സങ്കടം കണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞിനെ വിട്ട് എനിക്ക് പോകാനാവത്തില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ, മാതാവേ, അമ്മയ്ക്ക് അറിയാമല്ലോ, സ്വന്തം കുഞ്ഞിനെ വിട്ട് പോകുന്ന വിഷമം അമ്മയ്ക്ക് അറിയാമല്ലോ, അതിനെനിക്ക് ഇടയാക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഏപ്രിൽ 7-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യേണ്ട, ഏപ്രിൽ 6-ാം തീയതി എനിക്ക് പോകണം. ഞാൻ ഒരു കമ്പനിയെക്കുറിച്ച് ഡ്രീം ചെയ്തിരുന്നു പണ്ട്, എനിക്കിവിടെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ എനിക്ക് ഏപ്രിൽ 2-ാം തീയതി അവിടുന്ന് കോൾ വന്നു. ഏപ്രിൽ 3-ാം തീയതി തന്നെ എനിക്ക് ഇൻ്റർവ്യൂ സെറ്റായി അവിടുത്തെ. ഞാൻ ഓരോ റൗണ്ടിന് മുന്നേയും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, പ്രാർത്ഥന കൂടെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടുത്തെ HR തന്നെ എന്നോട് ചോദിച്ചു, 3-ാമത്തെ റൗണ്ട് ആയപ്പം, പോരെ, നാളെ പോരെ, ഇനി അടുത്ത റൗണ്ട്, നീ സ്ട്രെസ് എടുത്ത് നീ തളർന്നില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഇന്ന് തന്നെ നടത്താം. അങ്ങനെ 4 റൗണ്ടും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. 2 എക്സാം കൂടി ഉണ്ടായിരുന്നു, 2 ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അതും എനിക്ക് ഞാൻ അന്ന് തന്നെ അറ്റൻഡ് ചെയ്തു. ഒരു ടെസ്റ്റ് ഞാൻ രാത്രി 12 മണിക്കാണ് ക്ലിയർ ചെയ്തത്.
അങ്ങനെ അന്ന് തന്നെ എല്ലാം ചെയ്ത് ഏപ്രിൽ 4-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വരികയായിരുന്നു. ഞാൻ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. ഞാൻ വിചാരിച്ച എൻ്റെ അതേ ഡൊമൈനിൽ അതേ സാലറിയിൽ കുറച്ചുകൂടെ നല്ല കമ്പനിയിൽ മാനേജർ പോസ്റ്റിൽ മാതാവ് എനിക്ക് ജോലി വാങ്ങി തന്നു. എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എന്നെ കൈവിടത്തില്ല എന്ന്. എന്നെ ഇതുവരെ കൈവിട്ടിട്ടില്ലായിരുന്നു എൻ്റെ മാതാവും എൻ്റെ ഈശോയും. ഇപ്പോഴും കൈവിടത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ എന്നോട് അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഭവിച്ചു. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും മാതാവ് എല്ലാം വാങ്ങി തരട്ടെ. ഞാൻ ഉടമ്പടി എടുത്ത ആദ്യ നാൾ എനിക്ക് ഇവിടുന്ന് പത്രം തന്നു വിട്ടായിരുന്നു. അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. കാരണം എവിടെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മാതാവ് തന്നെ പറഞ്ഞു, നീ കുറച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നീ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ആദ്യ പടിയായിട്ട് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി പത്രം കൊടുത്തു. അതേപോലെ തന്നെ ഡയാലിസിസിന് പൈസ കൊടുത്തു. വന്ന എല്ലാവരോടും കാരുണ്യമായിട്ട് പ്രവർത്തിച്ചു. എല്ലാ ആഴ്ചയുണ്ടായ 2 ഡയാലിസിസിന് പൈസ കൊടുക്കുന്നത് ഞങ്ങൾ ശീലമാക്കി. അത് ഞങ്ങൾ വീണ്ടും തുടരാനായിട്ട് പ്രതിജ്ഞയെടുത്തു. അതേപോലെ തന്നെ ഞാൻ വളരെ എൻ്റെ ആദ്യത്തെ സാലറി ഞാൻ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു പെൺകുട്ടിയുടെ പഠനത്തിന് വേണ്ടി കൊടുത്തേക്കാമെന്ന് മാതാവിനോട് നേർച്ച തീർന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മാതാവിനോട് വാക്ക് നൽകി. ഉറപ്പായിട്ടും ഞാനത് പിന്നെ അതേപോലെ തന്നെ ഞാൻ 3 മാസത്തിൽ കൂടുതൽ അങ്ങനെയൊക്കെയായിരുന്നു കുമ്പസാരിക്കാറ്. തെറ്റ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെങ്കിലും എന്നാലും നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും ഈ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണമെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാപങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കാനും കൂടുതലായിട്ട് കുമ്പസാരിക്കാനും എപ്പോഴും കുർബാന കൊള്ളാനും ഈശോയോട് എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നെ തന്നെ ബലിയർപ്പിക്കാൻ ഉള്ള എല്ലാ അനുഗ്രഹവും എനിക്ക് തരണമേ, അതിനുള്ള പ്രാപ്തി എനിക്ക് തരണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. യെശയ്യാ 12:3-5 വരെ തിരുവചനങ്ങൾ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു.